2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം ശക്തിയാർജിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും സംഭവിച്ചു. ശക്തമായ ഒരു പ്രതിപക്ഷ നിര രാജ്യത്തുണ്ടായി. സ്വാഭാവികമായും ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന മാറ്റം വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയെല്ലാം വിശദമായി പഠിച്ചുകൊണ്ട് ഒരു നിഴൽ മന്ത്രിസഭയുടെ കരട് രൂപം തയ്യാറാക്കിയിരിക്കുകയാണ് ന്യൂസ്രീൽ ഏഷ്യ. അവരുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. മാത്രമല്ല, ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷകളാണ് ആ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ സിഡ്നി സർവകലാശാലയിൽ നിന്ന് പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ച് തന്റെ സംരംഭങ്ങൾ, ഭവന, നഗരകാര്യ വകുപ്പുകളുടെ നിഴൽ മന്ത്രിസഭയിൽ നന്നായി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അടുത്തത് സാമ്പത്തിക വിദഗ്ധനും മുൻ പരിസ്ഥിതി മന്ത്രിയുമായ ജയറാം രമേശിന് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ നിഴൽ മന്ത്രാലയത്തിന് അനുയോജ്യനാകാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. വിവിധ സാമ്പത്തിക, പാരിസ്ഥിതിക റോളുകളിലെ അദ്ദേഹത്തിൻ്റെ കാലാവധി പരിസ്ഥിതി വെല്ലുവിളികളെയും നയങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കാര്യങ്ങളിലെ വൈദഗ്ധ്യവും ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണയും ശശി തരൂരിനെ വിദേശകാര്യ സഹമന്ത്രിയായി ഉയർത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മുൻപത്തെ റോൾ ഈ പോർട്ട്ഫോളിയോയുടെ നയതന്ത്രപരവും തന്ത്രപരവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന തരത്തിലുള്ളതാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിലും അവരുടെ അടിത്തട്ടിലുള്ള ബന്ധത്തിന്മേലുള്ള പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായുള്ള ഇടപെടലും ലിംഗസമത്വത്തിലും സാമൂഹ്യനീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു നിഴൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിലേക്കുള്ള ഒരു നല്ല സ്ഥാനാർത്ഥിയായി മാറ്റുന്നുണ്ട്. അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസിലെ മിഹോ മൊയ്ത്രയാണ് ധനകാര്യമന്ത്രി. അവർക്ക് അതാകാൻ കഴിഞ്ഞത് അവരുടെ സാമ്പത്തിക പശ്ചാത്തലത്തിലും ഉറച്ച പാർലമെന്ററി സാന്നിധ്യവും മൂലമാണ്. സാമ്പത്തിക നയങ്ങളെയും സാമ്പത്തിക കാര്യങ്ങളെയും കുറിച്ചുള്ള അവരുടെ ധാരണയും സാമ്പത്തിക തന്ത്രങ്ങളെ വിമർശിക്കുന്നതിനുള്ള വിലപ്പെട്ട സ്രോതസ്സുകളായി ഉയർന്നു വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സീതാറാം യെച്ചൂരിക്കാണ് വിപുലമായ രാഷ്ട്രീയ പരിചയവും മാർക്സിസ്റ്റ് തത്വങ്ങളിൽ ആഴത്തിലുള്ള വേരൂന്നിയ അറിവുമുള്ളതുകൊണ്ട് തന്നെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾക്കായി ഫലപ്രദമായി വാദിക്കാനുള്ള അറിവുണ്ട് എന്നത് മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് തൊഴിൽ മന്ത്രിയായി നിഴൽ മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ബീഹാറിലെ യുവാക്കളെയും തൊഴിലവസരങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പിൻ്റെ നിഴൽ മന്ത്രിയായി യോഗ്യനാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. സാമൂഹിക സമത്വത്തെക്കുറിച്ചുള്ള തൻ്റെ വാദത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിനും പേരുകേട്ട ഡി രാജ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്കുള്ള നയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യനീതി ശാക്തീകരണത്തിന്റെ നിഴൽ മന്ത്രാലയത്തിന് അനുയോജ്യനാകും. അതായത് നിയമമന്ത്രിയായി വരുന്നത് ഡി രാജയാണ് എന്ന് സാരം. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനാണ് ഡൽഹിയിലെ ഭരണത്തോടുള്ള വിപ്ലവകരമായ സമീപനത്തിലൂടെ പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ വൈദഗ്ധ്യം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് അദ്ദേഹത്തിന് ദേശത്തെ ആരോഗ്യ പുരോഗതിയിലേക്ക് നയിക്കാനാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ആരോഗ്യമന്ത്രിയായി യോഗ്യനാകുക അരവിന്ദ് കെജ്രിവാളാണെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ്റെ ഭരണപരിചയവും തമിഴ്നാട്ടിലെ ഭരണത്തിലും പരിഷ്കരണങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും അദ്ദേഹത്തെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിഴൽ മന്ത്രാലയവുമായി യോജിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അവിടെ അദ്ദേഹത്തിന് വ്യാവസായിക വളർച്ചയെയും വ്യാപാര നയങ്ങളെയും കുറിച്ചുള്ള അറിവ് പ്രയോഗിക്കാൻ കഴിയും. അതായത് വ്യവസായ മന്ത്രിയായി വരുന്നത് MK സ്റ്റാലിനാണ്. അടുത്തത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി മുക്തി മോർച്ചയുടെ ഹേമന്ത് സോറൻ. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഗണ്യമായ ആദിവാസി ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നത് ഗോത്ര നിഴൽ മന്ത്രാലയത്തിന് അനുയോജ്യനാകുമെന്നും അവിടെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അനുഭവവും ശ്രദ്ധയും ആദിവാസി സമൂഹങ്ങളുടെ വികസനവും അവകാശങ്ങളും വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് പറയുകയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശക്തമായ നേതൃത്വവും റെയിൽവേ മന്ത്രിയുമായിരുന്ന സമയവും റെയിൽവേയുടെ നിഴൽ മന്ത്രിസഭയുടെ റോൾ ഏറ്റെടുക്കാൻ അവരെ നന്നായി സജ്ജമാക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള നിർണായക രാഷ്ട്രീയ പരിചയമുള്ള ജോസ് കെ മാണി ന്യൂനപക്ഷ കാര്യ നിഴൽ മന്ത്രാലയം പോലുള്ള റോളുകൾക്ക് അനുയോജ്യനാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ സഖ്യത്തിലെ അറിയപ്പെടുന്ന ഈ വ്യക്തികൾ മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും പൊതുസേവനത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയുമുള്ള നിരവധി യുവരാഷ്ട്രീയക്കാർ സഖ്യത്തിനുള്ളിൽ ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ഈ ഉയർന്നു വരുന്ന നേതാക്കൾ പലപ്പോഴും നൂതന ആശയങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും കൊണ്ടുവരുന്നുണ്ട്. അത് സമകാലിക വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും വോട്ടർമാരുടെ ജനസംഖ്യാ ശാസ്ത്രവുമായി ഇടപഴകുന്നതിനും നിർണായകമാണ് എന്നാണ് റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നത്.